ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡെസ്ക് മേക്ക് ഓവറാണ്, ക്രിസ്മസ് ഡെസ്ക് മേക്ക് ഓവർ. ശരിക്കും ഈ സംഭവം ചെയ്യാൻ എനിക്ക് നല്ല മടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ മാസം തോന്നുന്നു ഒരു മേക്ക് ഓവർ ചെയ്തത്. അതിനുശേഷം വീണ്ടും മാറ്റി കുറച്ചുകൂടി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും മാറ്റി നമ്മൾ ക്രിസ്മസ് ആണ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും വിഷമം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 31 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും വേറെ ഒരു രീതിയിലാക്കിയെടുക്കണം. അപ്പോൾ ഒരു കുറച്ച് ദിവസത്തിന് വേണ്ടി നമ്മളൊരു മേക്ക് ഓവർ ചെയ്യുന്നതേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ടേബിളൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഓർഗനൈസർ പോലത്തെ സാധനം വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് കാർഡ്ബോർഡ് കൊണ്ട് ജസ്റ്റ് ഉണ്ടാക്കിയതാണ്. ഒരു ഫ്ലാറ്റായിട്ടുള്ള കാർഡ്ബോർഡ് എടുക്കുക, 2 കാല് വെച്ച് കൊടുക്കുക, അവിടെ വെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ വെറുതെ ഒരു ജിഞ്ചർ ബ്രെഡിനെ വരയ്ക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. പക്ഷേ വരച്ച് വന്നപ്പോൾ വേറെ എന്തോ ഒരു സംഭവമായി വന്നു. അത് വളരെ മോശമായിരുന്നു അതിനകത്ത്. പിന്നെ ഈ ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അതും ഞാൻ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗിഫ്റ്റ് ബോക്സും, പിന്നെ ആ ജിഞ്ചർ ബ്രെഡ്, അതിൻ്റെ പേര് അതൊന്നും പറയാൻ പറ്റത്തില്ല, വേറെ എന്തെങ്കിലും പേരാക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ വെക്കുമ്പോൾ തന്നെ അവിടുത്തെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ സാധാ സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത് തന്നെയാണ്. ഈ സംഭവം എനിക്ക് കിട്ടിയത് ഷോക്കേസിൽ നിന്നാണ് ഗൈസ്. ഞാൻ വെറുതെ ഈ ഷോക്കേസിൽ കൂടി നടക്കുമ്പോൾ അവിടെ കണ്ടു, അത് ഞാൻ എടുത്തു ജസ്റ്റ് ഇതുപോലെ ഓർഗനൈസ് ചെയ്തിട്ടോ. ഇനി നമ്മളെ സ്റ്റാറാണ്. ഇത് വർക്കാവാത്തൊരു സ്റ്റാറാണ്. ഇതിൻ്റെ വയേഴ്സൊക്കെ കട്ട് ചെയ്ത് അതിനകത്ത് LED ഒക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് സൈഡിൽ കൊണ്ട് വെച്ചു. ഇനി നമ്മൾ ഈ ചട്ടിയാണ്. ഈ ചട്ടിയിൽ നമ്മൾ കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടി ഒരു റിബണൊക്കെ എടുത്ത് കെട്ടിയിട്ടുണ്ട്. ആദ്യം കിട്ടിയപ്പോൾ ഭംഗിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാനൊന്ന് സെറ്റാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് ഇങ്ങനെ അപ്പർ സൈഡ് കൊണ്ടുവച്ച്, പിന്നെ വെച്ചാൽ അവിടെ കുറച്ച് ഓവറല്ലേ, അപ്പം നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവെക്കാമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവച്ച്. അപ്പം എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറേ പെന്നിട്ട് വെക്കുക, അതാണ് എൻ്റെ പ്ലാൻ. പിന്നെ കുറച്ച് സ്നോ എഫക്റ്റൊക്കെ വരാൻ വേണ്ടി കുറച്ച് പഞ്ഞീനൊക്കെ എടുത്തിട്ട് ആ ക്രിസ്മസ് ട്രീൻ്റെ ചുറ്റും അങ്ങോട്ട് വെച്ചു കൊടുത്തു. ശരിക്കും എനിക്ക് ദേഷ്യം പിടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗിഫ്റ്റ് ബോക്സാണ്. ഇത് ഞാൻ എന്ത് ചെയ്താലും വീഴും, ഒന്ന് ജസ്റ്റ് ഒന്ന് നനഞ്ഞാൽ അപ്പം വീഴും. അപ്പം ഇനി നമുക്ക് ബുക്ക് വെക്കണം. കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു, കുറച്ച് കുഞ്ഞു കുഞ്ഞു നോട്ട് പാഡ്സും, പിന്നെ 2-3 ഡയറി. അപ്പം അതൊക്കെ വെക്കാനുള്ള സ്ഥലം വേണം. അപ്പം ഞാൻ വെച്ചാൽ ഫസ്റ്റ് ഒരു ഓർഗനൈസർ ഞാൻ കാട്ടിയില്ലേ, അതിൻ്റെ താഴെ സ്ഥലമുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് കൊണ്ട് വെച്ച്. ശരിക്കും വലിയ ബുക്ക് കയറിയില്ല, ബാക്കി കുഞ്ഞിതൊക്കെ അതിനകത്ത് സെറ്റായിരുന്നു. അപ്പോൾ അതൊക്കെ കയറ്റി വലിയ ബുക്ക് എവിടെയും കൊണ്ട് വെക്കണം എന്നുള്ളൊരു ഇതാക്കി. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സംഭവമാണ്. ഇത് ഞാൻ പണ്ട് എൻ്റെ ഡെസ്കിൽ നിന്ന് മാറ്റി വെച്ചൊരു സംഭവമാണ്, പക്ഷേ ഇപ്പം ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ കുറച്ച് പഞ്ഞി എടുക്കുക, ഇതിനകത്ത് ജസ്റ്റ് സ്റ്റഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു കുഞ്ഞ് ക്രിസ്മസ് വൈബുള്ള ഒരു കുഞ്ഞു കുട്ടീനെ എടുത്തിട്ടുണ്ട്, അതിന് സൈഡിൽ കൊണ്ട് വെക്കുക. എന്നിട്ട് അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ക്യാൻഡിൽ കൊണ്ട് വെക്കും. ഒരു ചെറിയ ക്യാൻഡിലുണ്ട്, അത് ഞാൻ ജസ്റ്റ് അപ്പുറത്തെ സൈഡിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സംഭവം. ഇനി വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കുറച്ച് അധികം സാധനങ്ങളൊക്കെ വെക്കാം. ഞാൻ പിന്നെ എൻ്റെ താതാവിനെ എടുത്ത് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ഞാൻ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ആ സൈഡിലായിട്ട് ഒരു സ്റ്റോൺ വെക്കുന്നുണ്ട്. ഒരു സ്റ്റോൺ എടുക്കുക, ജസ്റ്റ് ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് ആ ഒരു സ്ട്രോബെറി ഷേപ്പിലാക്കിയിട്ട് അവിടെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കഴിഞ്ഞ ഡെസ്ക് മേക്ക് ഓവറിൽ കാട്ടി തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് എടുക്കുക, ജസ്റ്റ് കുറച്ച് പഞ്ഞി ഇങ്ങനെ കുത്തിക്കയറ്റി വെക്കുക. എന്ത് ചെയ്താലും പഞ്ഞി ഉണ്ടാവും. അപ്പോൾ നമ്മളത് ജസ്റ്റ് കുത്തിക്കയറ്റി വെക്കുക. എന്നിട്ട് കുറച്ച് ഗിൽറ്റർ ഇടുക, റെഡ് കളർ ഗിൽറ്റർ ഇടുക. അതിന് ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടാവില്ലേ, അത് ജസ്റ്റ് അതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നല്ലോണം ഗിൽറ്റർ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഡ്രൈ ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക, എന്നിട്ട് ആ സൈഡിൽ കൊണ്ടുവെക്കുക. നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. ഇനി നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെക്കുക. കുറച്ച് ഡ്രമ്മും അതും ഇതും ഒക്കെ എടുത്ത് വെക്കുക. ഇനി ഇതാ ഫ്ലവർ വേസൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനിയൊന്നുമില്ല, ഞാൻ ഷോർട്സിലൊരു സംഭവം ഉണ്ടായിരുന്നു, അത് നിങ്ങൾ ഷോർട്സ് പോയി കണ്ടാൽ മനസ്സിലാവും. ഈസിയാണ് ഉണ്ടാക്കാൻ. അത് ഞാൻ ജസ്റ്റ് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകളിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഡെസ്ക് മേക്ക് ഓവർ കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു മേക്ക് ഓവറാണ് നമ്മൾ ചെയ്തത്. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വാൾ പോസ്റ്റേഴ്സ് ഒന്നും ഒട്ടിച്ചില്ല. ഇനി നമ്മൾ കാട്ടാൻ പോകുന്ന ക്രിസ്മസ് ട്രീ ആണ്. ഇത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ക്രിസ്മസ് ട്രീ ആണ്. ജസ്റ്റ് 4 വടി വെക്കുക, ജസ്റ്റ് കുറച്ച് ചുറ്റി കൊടുക്കുക, ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മളെ ക്രിസ്മസ് ട്രീ. ഇനി നമ്മൾ സ്റ്റാർ കൂടി മുകളിൽ വെക്കുക. ഇതിനകത്ത് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, കുറേ ഹാങ്ങിങ് തിങ്സൊക്കെ ഇടാനുണ്ട്. ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമ്മൾ കുറച്ച് അടിച്ച് വാരി കഴിഞ്ഞാൽ നമ്മളെ സംഭവം കഴിഞ്ഞു. ഇത് സൈഡിൽ വെച്ചുകൊണ്ട് പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ഗൈസ്.